നമസ്കാരം. ഒരു സങ്കടപ്പെട്ട സീന് പറയാൻ വേണ്ടി പറയാം. ഞാൻ നെക്സോൺ EV എടുത്തിട്ട് ഒരു കൊല്ലമായിട്ടോ. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ 4 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു നേരെ അവിടെ കൊണ്ടുപോകും. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ സെൻസറാണ് അതാണ് ഇതാണ് കൊണ്ട് കംപ്ലൈന്റ് ആണെന്ന് പറയും. 2-3 ദിവസം കഴിഞ്ഞ് വണ്ടി തരും. അതൊന്നുമല്ല സങ്കടം. മക്ഡൊണാൾഡ്സിന്റെ മുമ്പിലാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് സ്റ്റക്കായി, ന്യൂട്രായി, പിന്നെ ഗീറിടാൻ പറ്റണില്ല. 3 ദിവസമായിട്ട് വണ്ടി ഇവിടെ കിടക്കുകയാണ്. റിക്കവറി വേന വരണം, അത് വരണം, ഇത് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 19 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചൊരു വണ്ടിയാണ്. ഇതുപോലെ 3 ദിവസം റോട്ടിൽ കിടന്ന എത്ര സങ്കടം ഉണ്ടെന്ന് ആലോചിച്ചു. ഇതിന് കംപ്ലൈന്റ് ആണെന്ന് കാണിച്ചു തരാം. കീ എടുത്ത് കൊണ്ടുവന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതാ ഈ വാർണിംഗ് ലൈറ്റ് ആണ് കാണിക്കുക. EV സിസ്റ്റം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ESP ഫാൾട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടിനെ കുറ്റം പറയാനോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ പറയണത്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഈ സാധനം കാട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ടൗണിനെ 3 ദിവസം ആകണം പറഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് ഒഴിഞ്ഞ സ്ഥലത്താണ് പറയുന്നത്. ഇപ്പൊ ഈ വണ്ടി എടുത്ത് 1 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. ഇത് ഈ വണ്ടി ഇന്നോവ 4 പ്രാവശ്യം ഇന്ത്യ പോയി വന്നാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ഞാൻ പോയി വന്നാണ്. പഴയ ചാനലിലുണ്ട്. ഇതുവരെ ഒരു ബ്രേക്ക് ഡൗണോ ഒരു പ്രശ്നം ഇതുവരെ നമ്മളെ കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്താ രാജാവ് മുമ്പ് തന്നെയാണ് നമ്മൾ ഓട്ടുന്നത്. ഇലക്ട്രിക്കൽ ലാഭം എന്നൊക്കെ വിചാരിച്ചാണ്. അത് വെട്ടിന് പണി കിട്ടി. സങ്കടമായി.